സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ് ഹോസ്റ്റൽ മെസ്സിലെ ഭക്ഷണത്തിൽ പുഴു. വിദ്യാർത്ഥിക്ക് ലഭിച്ച സാമ്പാറിലാണ് പുഴു ഉണ്ടായിരുന്നത്. ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ഭക്ഷണം ബഹിഷ്കരിച്ചു. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണോ? ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണോ? മെസ്സിന്റെ നിലവാരമടക്കം ഈ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ലഭിച്ച ഭക്ഷണത്തിലായിരുന്നു സംവേദ എന്ന് പറയുന്ന 4ാം വർഷ വിദ്യാർത്ഥിക്കായിരുന്നു അവർക്ക് ലഭിച്ച സാമ്പാറിൽ ആയിരുന്നു പുഴുവിനെ കണ്ടെത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് വിദ്യാർത്ഥികൾ ഇത് അധികൃതരെ വിവരമറിയിക്കുകയും തുടർന്ന് അതൊരു പ്രതിഷേധത്തിന് ഇടവരികയും ചെയ്തിരുന്നു. കാരണം അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പറയുന്ന ഭക്ഷണത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അത് വിദ്യാർത്ഥികളെ ഏറെ ചൊടിപ്പിക്കുകയായിരുന്നു. ഏകദേശം 150ഓളം വിദ്യാർത്ഥികളാണ് ഈ ഹോസ്റ്റലിലുള്ളത്. ഈ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നാണ് ലേഡീസ് ഹോസ്റ്റലിലുള്ളവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥിക്കാണ് ഈ ഒരു പുഴു അടങ്ങിയ ഭക്ഷണം ലഭിച്ചതായി പരാതി ഉയരുന്നത്. എന്തായാലും ഇത് ഗൗരവമായി തന്നെ അധികൃതർ പരിശോധിക്കുന്നുണ്ട്. അധികൃതർ ഒപ്പം ആരോഗ്യ വിഭാഗം വന്ന് പരിശോധിക്കും എന്നുള്ള ഉറപ്പിന്മേൽ തൽക്കാലം വിദ്യാർത്ഥികൾ ശാന്തരായിട്ടുണ്ട്. അരുൺ മോഹൻ.